എൻ്റെ അഭിപ്രായം ഞാൻ ഈ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഈ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾക്കും തോന്നല്ലേ ശരിയാണ്? തീർച്ചയായിട്ടും നമ്മൾ ആരെങ്കിലും ഇതൊന്ന് ടേക്കപ്പ് ചെയ്യണമെന്ന്. അങ്ങനെയുള്ള ആൾക്കാർ വിചാരിച്ചാൽ ഇത് ഏതെങ്കിലും ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വിചാരിച്ചു ജനപ്രതിനിധിയുടെ ശ്രദ്ധയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമ്മളൊരു പബ്ലിക് ഫിഗർ അല്ലല്ലോ, നമുക്കുള്ള അധികാരം ഇല്ലല്ലോ. ഇവര് MP ആണെങ്കിൽ MP-മാർ ഉണ്ടെങ്കിൽ അവർക്ക് they can take up the matter. അവരുടെ ഈ പ്രശ്നം പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് വേറെ ഒത്തിരി പ്രശ്നങ്ങളാണ്, ഇതല്ലല്ലോ അവരുടെ മെയിൻ. ഇതും സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ. അല്ല, ആരും ടേക്കപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ടേക്കപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഗവൺമെന്റിന്റെ റവന്യൂ കുറയും. പക്ഷെ കൂടുതൽ ഇപ്പൊ ലൈബിലിറ്റി കുറവുള്ള കൂടുതൽ ടാക്സ് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യില്ലേ? അത് ചെയ്യുന്നില്ല. ഇപ്പൊ ഇൻകം ടാക്സ് ആക്ട് മുഴുവൻ ഉടച്ചു വാർക്കേണ്ടി വരും ചെയ്യണമെങ്കിൽ. അത് ആ മേഖലയിലോട്ട് ആരും ഇതുവരെ ചിന്തിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ചിന്തിക്കണം ഇനിയെങ്കിലും. റീസണബിൾ ആണ് അല്ലേ? പിന്നെ ഈ കമ്പനി ടാക്സ് എന്താണ്? കമ്പനിക്ക് മാത്രമായിട്ട് ടാക്സ് ഇല്ല, ഇൻകം ടാക്സ് തന്നെ ഉള്ളൂ. അങ്ങനെ കോർപ്പറേറ്റ് ടാക്സ് എന്ന് നമ്മളിപ്പോ പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ഇൻകം ടാക്സ് ആക്ടിൽ തന്നെ ഉള്ളതാണ്. കമ്പനി ഒരു വേറൊരു നികുതിദായകനാണ്. അപ്പൊ ഇനി അത് പറയാം. വ്യക്തി, പാർട്ണർഷിപ്പ് ഫേം, AOP അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന കമ്പനി, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്നുള്ള നിലയിൽ കമ്പനി ഒരു അസസ്യാണ്. കമ്പനി കൊടുക്കുന്ന റേറ്റുകൾക്കും ഇതൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ അവരും കൊടുക്കുന്ന ഇൻകം ടാക്സ് തന്നെയാണ്. സാർ, ഇപ്പോൾ നമ്മളിപ്പോൾ വിഷ്വൽ മീഡിയയിൽ കൂടെ തന്നെ പല ചർച്ചകളും ടാക്സിനെ പറ്റിയൊക്കെ കാണുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക് പലപ്പോഴും ഈ പറയുന്ന പല ടേംസിൻ്റെയും അർത്ഥം പിടികിട്ടാറില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടെ